ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തോണിക്കടവ് എന്ന സ്ഥലമുണ്ട്. നമ്മളെ തലയാട്, കോഴിക്കോട് തലയാട് കഴിഞ്ഞിട്ട് ഒരു മല പ്രദേശമാണ് അല്ലേ. നമ്മളെ കരിയാത്തുംപാറേൻ്റെ തൊട്ടടുത്ത്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നുണ്ട് സമയമുണ്ടെങ്കിൽ. അപ്പോൾ ചെന്ന് ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്, ഫാമിലി അംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ കിട്ടിയപ്പോൾ നല്ലൊരു ഇവിടെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ അങ്ങനെ അവിടെ വന്നു, അവിടെ നിന്ന് പോക്കും അല്ലേ. തോണിക്കടവ് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ടിക്കറ്റിന് അഡൽസിന് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ. ചെറിയ പൈസ ഉള്ളൂ. 60 വയസ്സിന് കൂടുതലുള്ളവർക്ക് 10 രൂപ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയാണ് വന്നത്. നല്ല സ്ഥലം കേട്ടോ. നമുക്ക് അതിന്റെ വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അവിടെ അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്, നമുക്കൊന്ന് അവിടെ പോകുന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പോയി നോക്കാണ്. വാ എടാ, ഇതിന്റെ മുകളിൽ കയറിയാലോ നമുക്ക്. അപ്പോ ഇവിടെ സത്യം പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. മലയോര പ്രദേശം. ഇവിടെ വരുമ്പോ റിസർവോയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കാണില്ല ഇങ്ങനെ അങ്ങോട്ട്. അപ്പൊ ഇതൊരു വ്യൂ പോയിന്റാ തോന്നുന്നു. നമുക്ക് കയറി വെക്കാം. അത് ആ കാണുന്ന എൻട്രൻസ് ഉണ്ടല്ലോ, അതിലൂടെ ഇപ്പോൾ നമ്മൾ നടന്നു വന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. മുകളിലേക്ക് പോകാനുള്ളൊരു വഴിയാണത്. ഓക്കെ, ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാമല്ലോ. ഞങ്ങൾ ഈ തോണിക്കടവ് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വന്നതല്ലേ എന്ന് സത്യം പറഞ്ഞു. ഞങ്ങൾ കരിയാത്തുംപാറ പോകാന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയത്. നമ്മളപ്പോൾ ഉള്ള പോലെയാണ് ഊഞ്ഞാലുണ്ട്. ഇതാ അവിടെ ഉണ്ട് മിന്നുട്ടിയെ. സ്ഥലം കണ്ടെത്തിയില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളെ പറഞ്ഞു വരുന്നത് കരിയാത്തുംപാറ പോകാന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വയലാണ്. ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോയൊക്കെ നല്ലത്. അങ്ങനെ പറയാലോ, എനിക്ക് തോന്നുന്നു സത്യം പറയാം. അല്ലാതെ എന്താ പറയുക, ഒന്നാമത്തെ ഇപ്പോൾ നല്ല വെയിലിന് ഒരു കുറവില്ല. ഒരു മൂടലാണേലും നല്ല ചൂടുണ്ട്. അവിടെ സ്റ്റെപ്പ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് പോകണം എന്നൊരു പ്ലാൻ ഉണ്ട് അല്ലേ. പക്ഷേ സത്യം പറയാം, മിന്നുട്ടി പറഞ്ഞ പോലെ നല്ല പ്രകൃതി രമണിക്ക് ഒരു കുറവില്ല. അതിപ്പോ ഈ മലയോര പ്രദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രകൃതി രമണി ഇതിന്റെ മുകളിലേക്കാണ് കയറാറ്. ഞങ്ങൾ തൽക്കാലം മുകളിലേക്ക് പോകണില്ല, ഞങ്ങൾ താഴത്തേക്കാണ് ഇറങ്ങി വെക്കാം. ഇവിടെ നല്ലൊരു പുഴേൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് അല്ലേ. അമ്മേന്റെ വീട്ടിൽ നിന്ന് പോയ പുഴ തന്നെയാ തോന്നുന്നത്. പുഴ കുറേ ഉണ്ടാവുമല്ലോ, അത്ര ദൂരൊന്നും ഇല്ലല്ലോ അവിടെ നിന്ന് കേട്ട്. വാ വാ ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമറിയില്ല. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അല്ലേ. നോക്കണല്ലേ, തോണി മറിച്ചെടുക്കണം. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? എങ്ങട്ടാ അങ്ങനെ പോലെ ഇനി ഇവിടുത്തെ വ്യൂ കണ്ടു. ചെറിയൊരു പുഴേൻ്റെ ഒരു വ്യൂ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അർക്ക് ചെറിയ ചെറിയ ഗാർഡൻസ്, ഇതേമാതിരി കുറച്ച് വ്യൂ പോയിന്റ്. പിന്നെ അങ്ങനെ ആ ടോപ്പിലേക്ക് നമുക്ക് കയറാണ്ട്. ഞങ്ങൾ കയറിയില്ല, കയറാണ്ട്. നമുക്കിങ്ങനെ നടന്നു നോക്കാം. കണ്ടിട്ട് ഓപ്പണിംഗ് ഒക്കെ അടുത്താ തോന്നുന്നു. എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. വളർന്നു വരുന്നേ ഉള്ളൂ. ഞാനടെ പിന്നെ അതെ അതെ, എന്റെ ബാല്യത്തേക്ക് തിരിച്ചു പോയി, എന്റെ കുട്ടിക്കാലത്തേക്ക്. അപ്പൊ ഊഞ്ഞാലാണ്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ഞങ്ങൾ അടുത്ത് വേറെ നോക്കട്ടെ അല്ലേ. കുറെ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ പറഞ്ഞാൽ. ഇനി അവിടെ സീസൊക്കെ ഉണ്ട്. സീസയിലൊക്കെ കയറുമ്പോ കയറുമ്പോക്ക് താഴെത്തു, കാല് താഴെ തട്ടു. ഞാൻ അല്ലേ പറഞ്ഞു ഇവിടെ ബ്ലോക്ക്. അത് അങ്ങനെ അങ്ങനെ പോയി. അല്ലല്ല അങ്ങനെ. അപ്പൊ നമ്മളിതിന്റെ ടോപ്പിലെ വ്യൂ കാണാൻ വേണ്ടി പോവാണേ. ഏകദേശം അങ്ങോട്ട് കയറിയാണ്ട് എത്തി.
ഏകദേശം എത്തി. എല്ലാവരും കയറിങ്ങാണ് ഇങ്ങോട്ടാ വരുന്നത്. താഴത്തുള്ള ആ പുഴന്റെ വ്യൂവിലും അങ്ങനൊന്നും ആരും പ്രത്യേകിച്ച് വരുന്നൊന്നുമില്ല. അതുപോലെ വരുന്നതൊക്കെ എന്റെ പിള്ളാണ് കേട്ടോ. 1 2 കൂടെ ഇതാ 1 ഇതാ അടുത്ത ഇതാ. ഇവരാണ് ഞങ്ങളിവിടെ എത്തിച്ച ആൾക്കാര്. വല്ല വല്ല പിടിച്ച് എല്ലാവരും ഐസ്ക്രീമൊക്കെ തിന്ന് ഒന്ന് ഫ്രഷ് ആയിക്കാം. ഞാൻ നല്ല മുകളിലേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോകാണ്ട് മുകളിലേക്ക് പോയേക്കാം. വാ മുകളിലേക്ക് വാ. മറ്റൊരു ആരും ഇല്ലാന്ന് പറഞ്ഞതാ. മുകളിലേക്ക് പോന്നാല് വാ കയറി വാ. ഒരു ബിൽഡിങ്ങിനുള്ളിൽ കയറാം കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെയർ കയറി പോവാണ്. എല്ലാവരും മുകളിൽ കയറി രണ്ട് യുവ മിഥുനങ്ങൾ വരുന്നുണ്ട്. വാ ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കയറ സെക്കൻഡ് ഫ്ലോർ കയറി വന്നാലൊരു വ്യൂ ആണിത്. ഇങ്ങനെ കാണാം. ഇനിയൊരു കുറച്ചുകൂടി കയറാണ്ട്. മിന്നോ അങ്ങോട്ട് പോയാ? ഇങ്ങോട്ടുണ്ട്. ഓക്കെ. ഇവിടെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ലല്ലോ. ആ താഴത്തുനിന്ന് കണ്ടൊക്കെ മുകളിൽ നിന്ന് കുറച്ചുകൂടി പൊന്തിങ്ങൾ കാണാം. അത്രേ ഉള്ളൂ അല്ലേ? ഞങ്ങളപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ മക്കളും കസിൻസിൻ്റെ എല്ലാവരും ഉണ്ട്. അപ്പോൾ വാ. എന്തായാലും ഇതിൻ്റെ ഏറ്റവും ടോപ്പ് അല്ലേ? ഇതിനെ മുകളിലെത്തിയിട്ട് പിള്ളേര് താഴത്തുള്ള ഞങ്ങളപ്പോൾ ഉള്ളവർ വിളിക്കണം. ഇതിന്റെ ഏറ്റവും ടോപ്പ് നിന്ന് ഇറങ്ങാണ്. അതായത് ഒരു ഫാമിലിക്ക് കുറച്ചു നേരം വൈബ് ആവാൻ പറ്റിയൊരു സ്ഥലം. അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ഫാമിലി ഒന്നായിട്ട് ഒന്നുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല രസമുണ്ട്. ഇറങ്ങല്ലേ? എല്ലാവർക്കും ചോപ്പ്. പോയി പള്ളിയിൽ പോയിട്ട് വന്നാൽ എന്നാ ചോപ്പ് എടുത്തോ. ആ തോണിക്കടവ് പറഞ്ഞ ഈ ഒരു സ്ഥലം ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇവിടേക്കായിട്ട് വരുന്നത് നമുക്കൊരു നഷ്ടമായിരിക്കും. പക്ഷെ ഈ വഴി പോണവർക്ക് എന്തായാലും സെറ്റ് ആവും. അപ്പൊ നേരെ ഞങ്ങള് ചിലപ്പോ കരിയാത്തുംപാറ. പിന്നെ അത് മാത്രല്ല ഇവിടെ നല്ലൊരു കള്ള് ഷാപ്പ് ഉണ്ടല്ലോ. കള്ള് ഷാപ്പിലെ ഫുഡും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കട പോയാൽ ചിലപ്പോൾ കിട്ടും. ഇനി പോകേണ്ട വേല വീട്ടിലേക്ക് പോകേണ്ട വയ്യുമ്പോൾ ചിലപ്പോൾ പോലെ ചിലപ്പോൾ ഉണ്ട് എന്തായാലും അതിന്റെ വീഡിയോ ഉണ്ടാവും അല്ലേ? നല്ല ഫുഡ് ഉണ്ടാവും ഇവിടെ. മാക്സിമം ശ്രമിക്കാം. ഓക്കെ.